ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കാരുണ്യ വഴി ശുശ്രൂഷയുടെ 28ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഈശോയെ ആരാധിച്ച് ഈ ശുശ്രൂഷ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പരസ്പരം പ്രാർത്ഥിക്കാൻ നമുക്ക്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങളെനിക്ക് വേണ്ടിയും സഭ മുഴുവനും വേണ്ടിയും ഈ ദിവസങ്ങളിൽ അധികമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നോമ്പിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് ഇടയ്ക്കിടയ്ക്ക് കയറണമെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് അടുത്ത ലെവലിലേക്ക് കയറേണ്ട ദിവസമാവുകയാണ്. ഒരു പടി കൂടെ മുന്നോട്ട് കയറി നിൽക്കാൻ, ഒരല്പം കൂടെ ഞെരുങ്ങാൻ. ഇനി നമുക്ക് 1-2 ആഴ്ചയും കൂടെ മിച്ചമുള്ളൂ നോമ്പിന്, പ്രത്യേകിച്ച് ശുശ്രൂഷ. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ നമ്മളെ തന്നെ ഒന്ന് പരിവപ്പെടുത്തുന്ന അധിക നോമ്പിലേക്ക് വരണമെന്ന് സ്നേഹത്തോടെ ചെറുതായിട്ട് ഒന്ന് ഓർമ്മിപ്പിച്ചിട്ട് നമ്മൾ ഇന്നത്തെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം എടുക്കാം, ബൈബിളിൽ എടുക്കുക. ഒരു രസമുള്ള കാര്യം ഞാൻ നിങ്ങളെ കാണിക്കാം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം. 3-4 ദിവസം മുമ്പ് നമ്മൾ ചിന്തിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ അതിജീവിച്ച ഒരു പ്രലോഭനമുണ്ടായിരുന്നു. എന്താണത്? കുരിശിൽ കിടന്നപ്പോൾ ഈശോ അതിജീവിച്ച പ്രലോഭനം. അതാണ് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 40-ാം വാക്യത്തിൻ്റെ അവസാനം. കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാ, ഒരു 3 ദിവസം മുമ്പ് ചിന്തിച്ചതാ. സ്വത്വബോധം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിന്തിച്ച കാര്യമാണ്. എന്താണത്? നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക. നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ നേരിട്ട, അതായത് ഈ കുരിശിൽ നിന്ന് ഇറങ്ങി വരാൻ വേണ്ടി ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈശോ നേരിട്ടൊരു പ്രലോഭനമാണ്, ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വാ. വേറൊരു പ്രലോഭനമുണ്ട്. കുരിശിൽ നിന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ഇതിനേക്കാൾ കട്ടിയുള്ളൊരു പ്രലോഭനം ഈശോയുടെ മുമ്പിലേക്ക് എടുത്തു വയ്ക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് അതാണ് ചിന്തിക്കുന്നത്, ആ ഭാഗമാണ് ചിന്തിക്കുന്നത്. അത് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 42-ാം വാക്യത്തിൻ്റെ അവസാനം. 42-ാം വാക്യത്തിൻ്റെ അവസാനം അവിടെ നമ്മൾ കാണുന്നത്, കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ, ഞങ്ങൾ ഇവനിൽ വിശ്വസിക്കാം. കുരിശിൽ നിന്ന് ഇറങ്ങി വന്നാൽ, ഈശോയെ നോക്കിയിട്ട് പറയുകയാണ്. കാരണം ഈശോയുടെ ആഗ്രഹം എന്തായിരുന്നു? ലോകം മുഴുവൻ എന്നിൽ വിശ്വസിക്കണം. ഈ സുവിശേഷത്തിൽ അവൻ പഠിപ്പിച്ച സ്വർഗ്ഗരാജ്യത്തിൻ്റെ പാഠങ്ങളിൽ അവൻ്റെ പിതാവിൽ വിശ്വസിക്കണമെന്നതായിരുന്നു കർത്താവിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. ഇപ്പോഴത്തെ അത് വെച്ച് ഓഫർ ചെയ്തിരിക്കുകയാണ്. എന്ത്? നീ കുരിശിൽ പാടുപീഡകൾ സഹിച്ച് പെടയുന്നവനെ നോക്കിയിട്ട് പറയുകയാണ്, നീ കുരിശിൽ നിന്ന് ഇറങ്ങി വന്നാൽ ഞാൻ നിന്നിൽ വിശ്വസിക്കാം. എന്തൊരു ഓഫറാണത്! എന്തൊരു ഓഫറാണത്! ചിന്തിച്ച് നോക്കിയ രംഗം. ഈശോയോട് അങ്ങനൊരു വെല്ലുവിളി കർത്താവിൻ്റെ മുമ്പിലേക്ക് വയ്ക്കുന്നത്. ഈശോയ്ക്ക് അവരെ മുഴുവൻ നേടാൻ പറ്റുമായിരുന്നു. ഒരാളെ ഒന്നുമല്ല, 1-2 പേരായിരിക്കും ഇത് പറഞ്ഞത്. 1-2 പേരല്ല, അവിടെ നിന്ന് മുഴുവൻ ആൾക്കാരെയും ഈശോയെ ശിക്ഷയ്ക്ക് വിധിച്ച പിലാത്തോസ് ഉൾപ്പെടെ, കൂടെ നിന്ന ഹെറോദോസ് ഉൾപ്പെടെ എല്ലാവരും വിറച്ചു പോയനെ. എല്ലാവരും വേണമെങ്കിൽ പറഞ്ഞേനെ, അയ്യോടാ ഇവൻ ദൈവപുത്രനാണ്. എല്ലാവരും പറഞ്ഞേനെ. അപ്പോൾ ഈശോയുടെ മുമ്പിലേക്കുള്ള ചലഞ്ച്, നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വായോ. കർത്താവിൻ്റെ മുഖഭാവം ഊഹിക്കണം നമ്മൾ ആ നേരത്ത്. ഈ കുരിശേൽ ഇങ്ങനെ കടന്നിട്ട് താഴേക്ക് നോക്കുമ്പോൾ താഴെ നിന്നൊരുത്തൻ വിളിച്ച് പറയുകയാണ്, നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വാ, ഇറങ്ങി വന്നാൽ ഞാൻ വിശ്വസിക്കാം, ഇറങ്ങി വന്നാൽ ഞാൻ വിശ്വസിക്കാം. അപ്പോൾ കർത്താവ് ഒരു ചെറിയ കുസൃതിയോടെ ഇവനെ നോക്കി ചിരിച്ചിട്ട് പറയുകയാണ്, ഓ നീ ഇപ്പം അങ്ങനെ വിശ്വസിക്കണ്ട, ഞാൻ ഇറങ്ങി വന്നിട്ട് നീ വിശ്വസിക്കണ്ട. വേറെ ഒരു വിശ്വാസത്തിൻ്റെ തലം വരുന്നുണ്ടടാ, കുറച്ച് കഴിയുമ്പോൾ നീ കണ്ടോണം. കർത്താവ് അവനോട് മനസ്സിൽ പറഞ്ഞു കാണും, ഞാൻ ഇറങ്ങി വന്നിട്ട് നീ വിശ്വസിക്കണ്ട, നീ അങ്ങോട്ട് മാറി നിൽക്ക്, കുറച്ച് കഴിയുമ്പോൾ നീ ഒരു കാഴ്ച കാണും. ഇവിടെ എൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ വിശ്വാസം ഏറ്റുപറയപ്പെടുന്നത് നീ കാണും. കുരിശിൽ നീ ഇറങ്ങി വരാതെ ഈ പാടുപീഡയെ, ഈ സഹനത്തെ, ഈ പീഠാനുഭവത്തെ ഞാൻ ഹൃദയപൂർവ്വം പുൽകുമ്പോൾ ഇതിൻ്റെ അവസാനം ദാ ഇവിടെ ഈ ചോര വീണ മണ്ണിൽ നിന്നുകൊണ്ട് ഒരു വിശ്വാസ പ്രഖ്യാപനം എന്നെ വെല്ലുവിളിച്ച് നീ ഉൾപ്പെടെ കേൾക്കും എന്ന് ഈശോ മനസ്സിൽ പറഞ്ഞു കാണും. അത് സംഭവിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 54-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 54-ാം വാക്യം. ഈ 54-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച, 54-ാം വാക്യം മുഴുവൻ വായിക്കാം. 54-ാം വാക്യം, ഈശോയ്ക്ക് കാവൽ നിന്നിരുന്ന ശതാധിപനും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും ഭൂകമ്പവും മറ്റ് സംഭവങ്ങളും കണ്ട് അത്യധികം ഭയപ്പെട്ടു. സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു എന്ന് പറഞ്ഞു. കുറച്ച് മുമ്പ് കർത്താവിൻ്റെ നേരെ വന്ന വെല്ലുവിളി
നീ ഇറങ്ങി വന്നാൽ ഞാൻ വിശ്വസിക്കാം നീ ദൈവപുത്രനാണെന്ന്. ഒന്നും സംഭവിച്ചില്ല. കർത്താവ് അവിടെ ആ കർത്താവ് ദൈവത്തിരഹിതമായ ആ കുരിശിനെ ഹൃദയപൂർവം പുൽകിയിട്ട് ശാന്തമായി മരിച്ചപ്പോൾ ആ മരണത്തിന് മുന്നിൽ നിന്ന ശതാധിപൻ പറയുന്നു അവൻ സത്യമായും ദൈവപുത്രനായിരുന്നു. അപ്പൊ കർത്താവിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഞാൻ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് ആരും ഇവിടെ വിശ്വാസം ഏറ്റുപറയണ്ട, മറിച്ച് ഈ സഹനത്തിൻ്റെ പാനപാത്രത്തെ ഞാൻ മട്ടോളം കുടിക്കുന്നത് കണ്ടിട്ട് ഏറ്റുപറയുന്നവൻ്റെ വിശ്വാസമാണ് കാമ്പുള്ള വിശ്വാസം. അവനാണ് സത്യമായും ഈ നേരിനെ മനസ്സിലാക്കിയിട്ട് വിശ്വസിക്കുന്നത്. മറ്റവൻ്റെത് പ്രോസ്പെരിറ്റി ഗോസ്പലാണ്. മെച്ചം ഉണ്ടാകുമ്പോൾ, സമൃദ്ധി ഉണ്ടാകുമ്പോൾ വിശ്വാസം പറയുന്നതിൻ്റെ ഉദാഹരണമാണ് ആദ്യം വെല്ലുവിളിച്ചവൻ. ഇപ്പുറത്ത് സഹനങ്ങളുടെ നടുക്ക് നിന്നുകൊണ്ടും സഹനങ്ങളുടെ മുൾമുനയിൽ നിന്നുകൊണ്ടും വിശ്വാസം ഏറ്റുപറയുന്നവരുടെ ഉദാഹരണമാണ് ഒടുവിലത്തെ ശതാധിപൻ. നമുക്കും ഈ പ്രശ്നമുണ്ട് നമുക്കിടയിൽ. കർത്താവ് എപ്പോഴും ആഗ്രഹിച്ചത് ഈ അത്ഭുതം കണ്ടിട്ടോ, കർത്താവ് ഇഷ്ടം പോലെ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇഷ്ടം പോലെ മിറക്കിൾസ്, ഇഷ്ടം പോലെ ഹീലിംഗ്, അതൊക്കെ ചെയ്തപ്പോഴും കർത്താവ് ആഗ്രഹിച്ചിരുന്നു ഇത് കണ്ടിട്ട് ആരും വരണ്ട. ചെയ്തു. കാരണം എന്താ? ഈ വന്നവരുടെ ആവശ്യം അറിഞ്ഞിട്ട് അവരുടെ സങ്കടം മനസ്സിലാക്കിയിട്ട് അലിവോടെ കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ അത് പ്രവർത്തിച്ചപ്പോഴും കർത്താവിന് നല്ല ധാരണയുണ്ടായിരുന്നു ഇത് കണ്ടിട്ട് ആരും വരണ്ട. അതുകൊണ്ടാണേ അങ്ങനെ അപ്പം കഴിച്ച് തൃപ്തി അടഞ്ഞിട്ട് അടുത്ത റൗണ്ടിൽ നെക്സ്റ്റ് പ്രയർ മീറ്റിങ്ങിന് ആൾ കൂടിയപ്പോൾ കർത്താവ് ഉടനെ പറഞ്ഞു എനിക്കറിയാം നീയൊക്കെ എന്തിനായി വന്നിരിക്കുന്നതെന്ന്. നിത്യജീവന്റെ വചനം കേട്ടത് കൊണ്ടൊന്നുമല്ല, അപ്പം കഴിച്ചു വയറ് നിറഞ്ഞത് കൊണ്ട് വന്നിരിക്കുകയെന്ന്. ആ വരവ് കർത്താവിന് താല്പര്യമില്ലെന്ന്. അതുകൊണ്ടാണ് ഈശോ സുഖപ്പെടുത്തിയവരോടൊക്കെ കർത്താവ് സൗഖ്യം കഴിഞ്ഞിട്ട് ചെവിയിലൊരു കാര്യം പറഞ്ഞു വിട്ടു. എന്ത് പറഞ്ഞു വിട്ടു? ആരോടും പറയണ്ട കേട്ടോ, ആരോടും പറയണ്ട. എന്താ കാര്യം? നമുക്ക് സംശയം തോന്നും. ഈശോ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് പ്രത്യേകം പറഞ്ഞുകൊണ്ടിരിക്കുക ആരോടും പറയരുത്, ആരോടും പറയണ്ട, നീ പോയി വീട്ടിലോട്ട് പൊക്കോ, ആരോടും പറയണ്ട. എന്താ ഇത്? ഇതിൻ്റെ പേരാണ് സുവിശേഷത്തിൽ മെസയാനിക് സീക്രട്ട്, മിശിഹാനിക രഹസ്യം. മെസയാനിക് സീക്രട്ട്, മിശിഹാനിക രഹസ്യം. അതായത് ഈ രഹസ്യം വെളിപ്പെടുന്ന എവിടെയെന്നറിയാമോ? ഈ മിശിഹാ രഹസ്യം വെളിപ്പെടുന്ന സ്ഥലമാണ് നമ്മൾ നേരത്തെ വായിച്ച മത്തായി 27:54. അവൻ സത്യമായും ദൈവപുത്രനായിരുന്നു. അപ്പൊ കർത്താവ് ആഗ്രഹിച്ചിരുന്നു ഈ മെച്ചം കണ്ടിട്ട് വരുന്ന വിശ്വാസികൾ മെച്ചം പോകുമ്പോൾ പോകും. അതേസമയം ഈ കുരിശ് കണ്ടിട്ട് വേണം എന്നിലേക്ക് എല്ലാവരും ആകർഷിക്കപ്പെടാൻ. അതിൻ്റെ ആരംഭമായിരുന്നു വിജാതീയനായ ശതാധിപൻ പറഞ്ഞത് നീ സത്യമായും ദൈവപുത്രനാണെന്ന്. നമ്മൾ ചിന്തിച്ച് നോക്കണം നമ്മുടെ അവസ്ഥയിൽ. ശരിക്കും നമ്മൾ ഈ വിശുദ്ധരുടെയൊക്കെ മാധ്യസ്ഥയൊക്കെ തേടിയിട്ടേ ശരിക്കും ഈ അൽഫോൻസാമയെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഇപ്പം നമ്മൾ അൽഫോൻസാമയൊക്കെ ഡീൽ ചെയ്യുന്ന രീതി കാണുമ്പോൾ വൈരുദ്ധ്യം ഫീൽ ചെയ്യുന്നുണ്ട്, സങ്കടം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്താ? നമ്മൾ സൗഖ്യം തേടിയും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തേടിയും നമ്മുടെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് അൽഫോൻസാമയുടെ അടുത്തോട്ട് ചെല്ലുന്നു. അപ്പം നമ്മൾ ഓർക്കേണ്ടതായി അൽഫോൻസാമയുടെ ജീവിതത്തിൽ ഈ രോഗമൊന്നും മാറിയില്ല. അൽഫോൻസാമ അവളുടെ ജീവിതത്തിലേക്ക് കർത്താവിൽ നിന്ന് അങ്ങനെ ഒരു രോഗസൗഖ്യം ചോദിച്ചു വാങ്ങിച്ചവളല്ല. അവൾ സഹനപുത്രിയായിട്ട് ജീവിച്ചവളാണ്. ആ സഹനപുത്രിയായ അവളുടെ ജീവിതമാണ് വിശുദ്ധിക്ക് കാരണമായത്. വിശുദ്ധരെയൊക്കെ നോക്കിക്കൊന്നേ, ഏത് വിശുദ്ധരാ നമ്മളെപ്പോലെ ചോദിച്ചതെല്ലാം വാങ്ങിച്ചെടുത്തിട്ട് വിശുദ്ധരായത്? ആരാ ഉള്ളേ? ചോദിച്ചതെല്ലാം കിട്ടിയിട്ട് വിശുദ്ധരായ വിശുദ്ധരുടെ പേര് പറ. അവരുടെ വിശുദ്ധിയുടെ നടുക്കും നീതിയോടെ ധർമ്മത്തോടെ കർത്താവിൻ്റെ കൽപ്പന പാലിച്ചു ജീവിച്ചതിൻ്റെ നടുക്കും സഹനങ്ങളിലൂടെ കടന്നു പോയവരാണ് വിശുദ്ധരായത്. എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരം കിട്ടിയവരൊന്നുമല്ല വിശുദ്ധര്. അവരുടെ പല പ്രാർത്ഥനയ്ക്കും പല സങ്കടങ്ങൾക്കും ഉത്തരമുണ്ടായിരുന്നില്ല. പരിഹാരം കർത്താവ് ഭൂമിയിലെ പരിഹാരം കൊടുത്തുമില്ല. അവർ വിശുദ്ധരായി. അപ്പോൾ നമുക്ക് വിശുദ്ധരാകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ച് കളയണ്ടെന്ന്, എല്ലാം തട്ടിത്തെറിപ്പിച്ച് കളയണ്ട. നമ്മളിങ്ങനെ ആളുകളെയൊക്കെ കാണുമ്പോഴേ അവരിങ്ങനെ സാക്ഷിയൊക്കെ പറയത്തില്ലേ, കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ പറയുമല്ലോ, നമ്മൾ പരസ്പരം പറയും, നല്ല കാര്യമാണ് പറഞ്ഞോ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ എന്നെ ഒരു ഭയങ്കര എന്നാ പറയേണ്ടത്, ഈ മൂശാട്ട അച്ഛനായിട്ടൊന്നും വിചാരിക്കണ്ട. നമ്മളൊക്കെ സാമാന്യ യുക്തിയുള്ളവരല്ലേ, അത്യാവശ്യം സാമാന്യ വിവരം, കോമൺ സെൻസ് ഉള്ളവരല്ലേ. നമ്മുടെ ആ കോമൺ സെൻസ് വെച്ച് ഒന്ന് ചിന്തിച്ച് നോക്കണേ. ചിന്തിച്ച് നോക്കിയിട്ട് നമ്മൾ നമ്മളെ തന്നെ അസസ് ചെയ്യുക. അതായത്
ഇപ്പം നമ്മൾ പലരോട് സംസാരിക്കുമ്പോൾ ഒരു അച്ഛാ ഇങ്ങനൊരു സങ്കടം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈ പ്രാർത്ഥന ഇത്രയും ചൊല്ലി അച്ഛാ, ഇത്രയും നേരം ഇത് ചൊല്ലി, ഇത്ര എണ്ണം ഈ പ്രാർത്ഥന ചൊല്ലി, അപ്പം ഞങ്ങൾക്ക് ഉത്തരം കിട്ടി അച്ഛാ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് സന്തോഷം, അവർക്കും സന്തോഷം. അടുത്ത കഥ അതുപോലെ തന്നെ, ഇത് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു വെച്ചാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് ഉത്തരം കിട്ടി, പ്രൈസ് ദി ലോർഡ്. നല്ല കാര്യം, സന്തോഷം. അത് സംഭവിക്കും, കാരണം നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, ചരിത്രത്തിൽ ഇടപെടുന്ന ദൈവമാണ്. അത് നടക്കട്ടെ. പക്ഷേ എനിക്കിവരേക്കാൾ ബഹുമാനമുള്ളത് ആരുടെന്നറിയാമോ? അതായത് ഇവർക്കുണ്ടായ അതേ സങ്കടം ഉണ്ടായവരുണ്ട്, ഇവർക്കുണ്ടായ ഇതേ രോഗം വന്ന ആൾക്കാരുണ്ട്. ഇതേ രോഗം വന്നു, ഇതേ ക്യാൻസർ അവർക്കും വന്നേ, ഇതേ പരീക്ഷയുടെ തോൽവിയാണ് അവർക്കും വന്നേ, ഇതേ സാമ്പത്തിക തകർച്ച അവരുടെ വീട്ടിൽ വന്നേ. അവർ പ്രാർത്ഥിച്ചു, കർത്താവേ ദേ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഈശോയെ പരിഹരിക്കണേ, സഹായിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അവരുടെ ഉത്തരം ഒന്നും അവർ പ്രാർത്ഥിച്ചത് കണക്കുള്ള ഒന്നും നടന്നില്ല. അവരുടെ സാമ്പത്തിക ഞെരുക്കം മാറിയില്ല, അവരുടെ വീട് പണി തീർന്നില്ല, അവർക്ക് വിവാഹം കഴിഞ്ഞിട്ട് 10-15 വർഷമായി, കൊച്ചുണ്ടായില്ല, അവർക്ക് വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട് പല തവണയായിട്ട് എക്സാം എഴുതുന്നു, പാസ്സാകുന്നില്ല. ഇതെല്ലാം നെഗറ്റീവ് അടിക്കുമ്പോഴും, ഇതെല്ലാം തിരിച്ചടിയായിട്ട് മാറുമ്പോഴും അണുവിട കർത്താവിൽ ചരിക്കാതെ നിൽക്കുന്നവരില്ലേ? അതായത് ഇന്നലെ എങ്ങനെ പ്രാർത്ഥിച്ചോ അതുപോലെ തന്നെ ഇന്നും പ്രാർത്ഥിക്കുന്നവർ. ഉത്തരവൊന്നും അവിടെ നിങ്ങോട്ട് കിട്ടാതെ വന്നപ്പോഴും ഒരു പ്രാർത്ഥനയ്ക്കും ഒരു സാക്ഷ്യവും പറയാൻ അവരുടെ ഒന്നും ഇല്ല. മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്ന, മറ്റുള്ളവർക്ക് ഇങ്ങനെ രോമാഞ്ചം അണിയിക്കുന്ന ഒരു എക്സ്ട്രാ ഓർഡിനറി എക്സ്പീരിയൻസും ഇല്ലാത്ത മനുഷ്യർ. പക്ഷേ കർത്താവിൽ നിന്ന് ചലിച്ചിട്ടില്ല. തിരിച്ചടിയോട് തിരിച്ചടി. അവരാണ് ഹയർ ഗ്രേഡ് ഓഫ് ഫെയ്ത്ത്. ഹയർ ഗ്രേഡ്. ഇപ്പുറത്ത് എന്തുകൊണ്ടാ? ഇപ്പുറത്ത് ശരിയാ, വിശ്വാസം ഉണ്ടായിരുന്നു, പ്രാർത്ഥിച്ചു, ഉത്തരം കിട്ടി, കൊള്ളാം. പക്ഷേ ഇപ്പുറത്തോ അവരെ ഒന്ന് കണ്ട് അങ്ങനെ എന്തോരം മനുഷ്യരുണ്ടെന്ന് പറയാം നമ്മുടെയൊക്കെ ചുറ്റും. അവർക്കൊരു സ്റ്റേജിലും കയറി പറയാൻ സാക്ഷ്യത്തിൻ്റെ എക്സ്പീരിയൻസുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ എക്സ്ട്രാ ഓർഡിനറി എക്സ്പീരിയൻസ് കിട്ടാത്തവർ. ശരിക്കും അവരുടെ വിശ്വാസമാണ് നമ്മളെ പ്രചോദിപ്പിക്കേണ്ടത്. ആ വിശ്വാസം കണ്ടിട്ടാണ് ഇതര മതസ്ഥർ പോലും നമ്മളിലേക്ക് ആകർഷിക്കപ്പെടേണ്ടത്. കാരണം നമ്മൾ പറയുകയാണത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ഈ ഉത്തരം കിട്ടും കേട്ടോ, ഈ രോഗം മാറുവേ, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ഈ രോഗം മാറും, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ബുദ്ധിമുട്ട് മാറും കേട്ടോ എന്ന് പറഞ്ഞാളെ കൂട്ടുന്നതിലും നല്ലത് ചിന്തിച്ച് നോക്കിക്കേ. നമ്മുടെ വീട്ടിൽ രോഗം വന്നു, നമ്മളൊരു പുതിയ വണ്ടി എടുത്ത് വെഞ്ചരിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി, പിറ്റേ ദിവസം വണ്ടി ഇടിച്ചു. ഒന്ന് ഓർത്ത് നോക്കണേ, എന്തൊരു കഷ്ടമെന്ന് ഓർത്ത് നോക്കണേ. ഒരു പുത്തൻ വണ്ടി എടുത്ത് പള്ളിയിൽ കൊണ്ടുപോയി വെഞ്ചരിച്ചിട്ടേ ഓടിക്കുന്നുള്ളൂ തീരുമാനിച്ച് വെഞ്ചരിച്ചു, പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് ഇറക്കി, പിറ്റേ ദിവസം വണ്ടി ഇടിച്ച് കഴിഞ്ഞിട്ട് നിൻ്റെ മുഖത്ത് എന്ത് ഭാവമാണെന്നാണ് എല്ലാവരും നോക്കാൻ പോകുന്നത്. വണ്ടി ഇടിച്ച് കഴിഞ്ഞിട്ട് അപ്പോഴും നിനക്ക് കാമായിട്ട് നിൽക്കാൻ പറ്റുമോ? ഒരു പരാതിയും പരിഭവമില്ല. വണ്ടി ഇടിച്ചു, നമുക്കതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം, മതി. അങ്ങനെ നിൽക്കാൻ പറ്റുന്നിടത്തല്ലേ നേരുള്ള വിശ്വാസമുള്ളേ. ശരിക്കും അത്തരമൊരു സാധാരണമൊത്തമുള്ള വിശ്വാസ ശൈലി ഉണ്ടല്ലോ, വിശ്വാസ ശൈലി, അത് നമ്മൾ പഠിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. അവിടെയാണ് ദൈവാശ്രയം ശരിക്കുള്ളത്. ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുമ്പോഴും സങ്കടങ്ങൾ ഉണ്ടാകുമ്പോഴും മാറിക്കളിക്കാത്ത ഉറച്ച വിശ്വാസം. ആ വിശ്വാസം ഉള്ളവർക്കാണ് ഈ ട്രൂ ഫെയ്ത്ത്, പാറമേൽ പണിത വീട്. മറ്റേത് ഈ നമുക്ക് ബെനഫിറ്റ്സ് ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് മെച്ചപ്പാടുണ്ടായി കഴിഞ്ഞിട്ട് വിശ്വസിക്കുന്നവരുടെ അവർ ചോദിക്കേണ്ടത്, ഇപ്പോൾ ഇന്നലെ എനിക്ക് ഇന്ന കാര്യം നടന്നു, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. നാളെ നടന്നില്ലെങ്കിൽ ഇന്നത്തെ അതേ വിശ്വാസം നിനക്ക് നാളെ ഉണ്ടാവുമോ? ഉണ്ടെങ്കിൽ കൊള്ളാം, അങ്ങനെയാണെങ്കിൽ കൊള്ളാം. ഇതെല്ലാം പ്രാർത്ഥിച്ച് പിടിച്ചു വാങ്ങിച്ചിട്ട് വിശ്വാസിയായിട്ടിരിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് വലിയ കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറയാൻ ശ്രമിച്ച ഒരു ആശയം, അത് നിങ്ങൾക്ക് എന്തുമാത്രം കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എനിക്കറിയാം ഇത് പ്രധാനപ്പെട്ടതാണെന്നറിയാം, പക്ഷേ ഇത് എങ്ങനെ ഒന്ന് പറഞ്ഞ് ഫലിപ്പിക്കും. കാരണം നമ്മുടെ തലയിൽ ഇത് കുറച്ചധികം മാറിക്കിടപ്പുണ്ടോ എന്ന് എനിക്കും സംശയമുണ്ട്. ഒരാളുടെ ക്യാൻസർ പ്രാർത്ഥിച്ചു മാറ്റി ദൈവം സുഖപ്പെടുത്തി. ശരിയാണ്, ദൈവം സുഖപ്പെടുത്തി.
എല്ലാവരും ഇൻസ്പയർഡായി. ചുറ്റുമുള്ള അയൽപക്കക്കാര്, ദേശം, പരിചയപ്പെടുന്നവർക്കൊക്കെ ഇയാള് എന്താ പറയേണ്ടത്, ദൈവ സാന്നിധ്യത്തിൻ്റെ ആൾരൂപമാണ്. പക്ഷെ ഞാൻ പറയട്ടെ, ഇതിനേക്കാൾ ദൈവ സാന്നിധ്യത്തിൻ്റെ ആൾരൂപമാണ്. ഒരു ക്യാൻസർ കണ്ടുപിടിച്ചിട്ട് 4th സ്റ്റേജാണ്. പ്രതീക്ഷയ്ക്ക് വകയില്ല കേട്ടോ, വൈദ്യശാസ്ത്രം വിധി എഴുതി ഇനി ഇല്ല എന്ന് പറഞ്ഞു. അയാൾ ആ വിക്ടിം അയാൾ പ്രാർത്ഥിക്കുന്നു, കർത്താവേ സുഖപ്പെടുത്തണേ. എന്നിട്ട് ഇന്ന് സുഖപ്പെടുത്തിയിട്ടില്ല, നാളെ സുഖപ്പെടുത്തിയിട്ടില്ല, മറ്റന്നാൾ പിന്നെ നമ്മൾ ആണ്ടാണ്ട് പോവുക, മരണത്തിലേക്ക് അന്ന് താന്ന് പോവുക. ആ നേരത്തും പതറാതെ, മുഖത്ത് നിന്ന് പുഞ്ചിരി മായാതെ നിൽക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അവരുടെ മുമ്പിലാണ് വണങ്ങേണ്ടത്. അവരാണ് യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ആൾരൂപങ്ങൾ. ഈശോയുടെ കുരിശുമരണം ഈ കാലത്ത് ജീവിക്കുന്നവർ അവരാണ്. ഈശോയുടെ കുരിശുമരണം ഈ കാലത്ത് ജീവിക്കുന്നവർ അങ്ങനെയുള്ളവരാണ്. പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോഴും അണുവിട കർത്താവിൽ ചലിക്കാതെ കർത്താവിൻ്റെ കുരിശോട് ചേർത്ത് തങ്ങളെ തന്നെ കെട്ടിയിട്ടിട്ട് ഏത് കണ്ണീരിൻ്റെ കയ്പും കുടിക്കുന്നവരുണ്ടല്ലോ, അവരാണ് ഈ കാലഘട്ടത്തിൽ കുരിശുമരണം ജീവിക്കുന്നവർ. അവരോട് വലിയ ബഹുമാനം ഉണ്ടാകണം. അപ്പം നമ്മുടെയും കൺസെപ്റ്റ്സ് അല്പം മാറണം. പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടിയവരോടല്ല നമുക്ക് വലിയ ബഹുമാനം വരേണ്ട. അവർ നല്ല കാര്യം. ദൈവം ഇടപെട്ടതല്ലേ, നന്ദി, ദൈവത്തിന് നന്ദി. ഇപ്പുറത്ത് പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോഴും ചലിക്കാൻ നിൽക്കുന്നവരില്ലേ, അവർ നോക്കിയിട്ട് പറയണം, ദൈവത്തിന് നന്ദി, നിങ്ങൾക്കും നന്ദി. എന്താ കാര്യം? നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്നൊരു പാഠമുണ്ട്. മറ്റേ കേസിൽ ദൈവത്തിന് നന്ദി, ദൈവം സുഖപ്പെടുത്തി. ഇവർക്ക് എന്തിനാ നന്ദി? ദൈവത്തിന് നന്ദി. ഇവിടെയോ ദൈവത്തിന് നന്ദി, നിങ്ങൾക്ക് നന്ദി. കാര്യം എന്താ? നിങ്ങൾ ഞങ്ങൾക്ക് പ്രചോദനമാണ്. ഉത്തരം കിട്ടാതെ വരുമ്പോഴും ദൈവത്തെ തള്ളി. ഞാൻ ഈയിടെ ഒരാളെയൊക്കെ പരിചയപ്പെട്ടത്, എൻ്റെ ഈ അസുഖം മാറ്റിയാൽ ഞാൻ വിശ്വസിക്കാം. ഈ അസുഖം മാറ്റിയാൽ ഞാൻ പള്ളിയിൽ പോവാം. അത് തന്നെയല്ലേ നമ്മൾ ഈ ചിന്തിച്ച കക്ഷി? ഇവിടെ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 42-ാം വാക്യത്തിൻ്റെ അവസാനം, കുരിശിൽ നിന്ന് ഇറങ്ങി വന്നാൽ ഞാൻ വിശ്വസിക്കാം. കർത്താവ് എന്താ പറയുന്നത്? വേണ്ട, നീ വിശ്വസിക്കണ്ട. അങ്ങനെ കിട്ടിയിട്ട് വിശ്വസിക്കാതിരിക്കുകയാണ്. വിശ്വസിക്കണ്ട. അല്ലാതൊരു തലമുറ രൂപപ്പെടട്ടെ. കിട്ടിയില്ലെങ്കിലും വിശ്വസിക്കും എന്ന് പറയുന്ന ഒരു തലമുറ രൂപപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഈ സഹനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് പാനിക്കായി പോകാതെ, ഒരുപാട് അങ്ങ് ചെതറിപ്പോകാതെ, നമ്മൾ ഒലഞ്ഞു പോവുക അങ്ങ് ആകപ്പാടെ. സഹനങ്ങൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായി, പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, നല്ല പ്രാർത്ഥനക്കാരാണ്, നന്നായിട്ട് ഇടവക പള്ളിയിൽ കുർബാനയ്ക്ക് പോകുന്ന, എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന, കുടുംബ കൂട്ടായ്മയുടെ കാര്യങ്ങൾ ചെയ്യുന്ന, കരിസ്മാറ്റിക്കിലുള്ള ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയുള്ളവർ സഹനം വരുമ്പോൾ ഒലഞ്ഞു പോയാൽ നമ്മൾ കൊടുക്കുന്നൊരു എതിർസാക്ഷിയുണ്ട്. പിന്നെ എന്താ ഇത്രയും കാലം ഈ പറഞ്ഞുകൊണ്ടിരുന്നേ? എന്താ ഇത്രയും കാലം ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ? സഹനം ഉണ്ടാകുമ്പോൾ ഒലഞ്ഞു പോകാതെ കർത്താവിൽ നിന്ന് അനുഗ്രഹം സ്വീകരിച്ച നമ്മൾ പിന്നെ എന്താ ഒരു നിശ്ചിത കാലത്തേക്ക് നൊമ്പരം വരുമ്പോൾ വല്ലാണ്ടങ്ങ് കർത്താവിനെ തള്ളിപ്പറയുകയോ അങ്ങ് ചെതറിപ്പോവുകയോ ചെയ്യുന്നത്? ബൈബിൾ എടുക്കാം. പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം. 1 പത്രോസ് 4:12. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത്. അങ്ങനെ ഒരു ധാരണയില്ലാത്തതെന്തോ സംഭവിച്ചതുപോലെ പരിഭ്രമിക്കാതിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണ്ടേ? ക്രിസ്തുവിൻ്റെ പീഠകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. ഈശോയുടെ കുരിശിൽ നിങ്ങൾ പങ്കുപറ്റുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അപ്പോൾ നമുക്ക് സംശയം വരും, ഇതെന്താ ഉദ്ദേശിക്കുന്നത്? പറയാൻ കുറച്ച് കാലമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. നോമ്പ് കാലത്ത് പ്രത്യേകം കേൾക്കും, ഈശോയുടെ കുരിശോട് ചേർത്ത് വെക്കാം. ഞാനും പറഞ്ഞില്ലേ, ഈശോയുടെ കുരിശോട് ചേർത്ത് നമ്മുടെ സഹനത്തെ വെക്കാം. എന്താ ഇതിൻ്റെ അർത്ഥം? ഇത് കുറച്ചുകൂടെ കൃത്യമായിട്ട് പൗലോസ്ലീഹ പറയുന്നുണ്ട്. കൊളോസോസുകാർക്കുള്ള ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 24-ാം വാക്യം. കൊളോസോസ് 1:24. ഇത് ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. കൊളോസോസ് 1:24 ഇങ്ങനെയാണത്. പൗലോസ്ലീഹ പറയുന്നു, നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. അയ്യോ, എന്തൊരു കോൺട്രവേഴ്സ്യൽ സ്റ്റേറ്റ്മെൻ്റ് നോക്കിക്കേ. ഈശോയുടെ സഹനത്തിൻ്റെ കുറവിനെ എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നുവെന്ന് പൗലോസ്ലീഹ പറയുന്നു.
ചോദ്യം വരികയാണ്. 2-3 ദിവസമായി ചോദ്യം ചോദിച്ചിട്ട്. വീട്ടകത്തിരുന്ന് ഇത് കൂടുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരം പറ. ഈശോയുടെ സഹനത്തിൻ്റെ കുറവിനെ, ഈശോയുടെ കുരിശിലെ സഹനത്തിൻ്റെ കുറവിനെ പൗലോസ്ലീഹ നികത്തുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈശോയുടെ സഹനത്തിന് കുറവുണ്ടായിരുന്നു. ഈശോയുടെ സഹനത്തിന് കുറവുണ്ടായിരുന്നെങ്കിൽ ആ കുറവിനെ പൗലോസ്ലീഹ എങ്ങനെ നികത്തുന്നു എന്നായി പറയുന്നത്? ഉത്തരം പറയാമോ? ഇത് അത്യാവശ്യം സയൻറ്റിഫിക്കായിട്ട് ചിന്തിക്കുന്നവർക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റും. ഭക്തിമാർഗത്തിലേക്ക് പോകണമെന്നില്ല. സയൻറ്റിഫിക്കായിട്ട് ചിന്തിച്ചോ, ഈശോയുടെ സഹനത്തിൻ്റെ കുറവെന്താ? അത് വേഗം ഒന്ന് പറഞ്ഞു തരാം. അതുണ്ട്. അപ്പോൾ ഇല്ല, അല്ലെങ്കിൽ പിന്നെ ഈ വാക്യം പൗലോസ്ലീഹ എഴുതി വെക്കത്തില്ലോ, അത് ബൈബിളിൽ കാണത്തില്ലോ. ഈശോയുടെ സഹനത്തിന് ഒരു കുറവുണ്ട്. ഇത് കേൾക്കുമ്പോൾ നിങ്ങളെല്ലാവരും കൂടെ എന്നെ ഇടിക്കാൻ ഓടി വരരുത്. അച്ചോ, എന്നെ വർത്തമാനായി പറയുന്നത് ഞങ്ങളുടെ കർത്താവ് തമ്പുരാൻ്റെ സഹനത്തിന് കുറവുണ്ടെന്നോ? കർത്താവ് തമ്പുരാൻ്റെ സഹനത്തിൻ്റെ കുറവെന്തെന്നറിയാമോ? ഈശോയുടെ കുരിശിലെ സഹനത്തിൻ്റെ കുറവെന്തെന്നറിയാമോ? ഈശോയുടെ കുരിശിലെ സഹനം ഇറ്റ് വാസ് എ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്. അതൊരു ചരിത്ര സംഭവമായിരുന്നു. അതൊരു ചരിത്ര സംഭവമായിരുന്നു. ചരിത്ര സംഭവമായിരുന്നു എന്നതാണ് അതിൻ്റെ കുറവ്. എന്താ കുറവ്? എല്ലാ ചരിത്ര സംഭവങ്ങൾക്കും 2 കുറവുണ്ട്. ദ ലിമിറ്റേഷൻ ഓഫ് ടൈം ആൻഡ് സ്പേസ്, സമയത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും പരിമിതി. ഈശോയുടെ കുരിശിലെ മരണം 2000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണ്. ഇപ്പോൾ അവിടെ കുരിശുമരണം നടക്കുന്നില്ല. അപ്പോൾ എന്തു പറ്റി? അതിന് സമയത്തിൻ്റെ പരിമിതിയുണ്ട്. വൺസ് ഹാപ്പൻഡ് ഫോർ എവർ. അതിന് സ്ഥലത്തിൻ്റെ പരിമിതിയുണ്ട്. അത് ജെറുസലേമിൽ സംഭവിച്ചു, അത് ഇന്ത്യയിൽ നടന്നില്ലല്ലോ ആ കുരിശുമരണം. അത് അമേരിക്കയിൽ നടന്നില്ലല്ലോ, ഓസ്ട്രേലിയയിൽ നടന്നില്ലല്ലോ, യൂറോപ്പിൽ നടന്നില്ലല്ലോ. അപ്പോൾ അതിന് സ്ഥലത്തിൻ്റെ പരിമിതിയുണ്ട്. എല്ലാ ചരിത്ര സംഭവങ്ങൾക്കും 2 പരിമിതി, ദ ലിമിറ്റേഷൻ ഓഫ് ടൈം ആൻഡ് സ്പേസ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈശോയുടെ സഹനത്തിൻ്റെ ആ കുറവിനെ ഇവിടെ ഇരുന്ന് ഞാൻ നീതിപൂർവം സഹിക്കുന്നൊരു സഹനം കൊണ്ട് ഞാൻ ആ കുറവിനെ നികത്തുകയാണ്. എങ്ങനെ? 2023 ആണ്ടിൽ ഞാൻ സഹിക്കുമ്പോൾ ഈശോയുടെ സഹനം ഇവിടം വരെ എത്തി, 23 വരെ എത്തി. ഞാൻ ഇവിടെ കേരളത്തിൻ്റെ ഈ മൂലക്കിരുന്ന് സഹിക്കുമ്പോൾ ആ ഈശോയുടെ ആ സഹനത്തിൻ്റെ സ്ഥലപരിമിതിയെ ഇവിടം കൊണ്ട് ഞാൻ ഫില്ല് ചെയ്യുന്നു. അതാണ് നമ്മുടെ സഹനങ്ങളെ കുരിശോട് ചേർത്ത് വയ്ക്കാൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം. കർത്താവിൻ്റെ സഹനത്തിന് ദ ലിമിറ്റേഷൻ ഓഫ് ടൈം ആൻഡ് സ്പേസ് ഉണ്ട്, സിൻസ് ഇറ്റ് വാസ് എ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്. അപ്പോൾ നമ്മൾ നീതിപൂർവം സഹിക്കുന്ന സഹനങ്ങളെ കർത്താവിൻ്റെ കുരിശോട് ചേർത്ത് വയ്ക്കുക. അപ്പം നമുക്കറിയാൻ പറ്റും ഈ സഹനം ഇറ്റ്സ് എ ബ്ലെസ്സിങ്. സഹനം അനുഗ്രഹമാണെന്നൊക്കെ പറയുന്നത് ഇങ്ങനെ മനസ്സിലാക്കുമ്പോഴേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് സഹനം അനുഗ്രഹമായി അനുഭവപ്പെടില്ല. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഹോംവർക്ക് വളരെ സിമ്പിളാണ്. നീതിപൂർവം നമ്മൾ അനുഭവിക്കുന്ന ആ വാക്ക് പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് വരുത്തി വെക്കുന്ന സഹനമുണ്ട്. ആ സഹനം കൊണ്ട് കുരിശിലോട് ചെല്ലരുത്. കാരണം അത് കുരിശുമായിട്ട് ചേരത്തില്ല, കോമ്പാറ്റബിൾ അല്ല, ചേരത്തില്ല രണ്ടും കൂടെ. ഈശോയുടെ സഹനം എന്താ? നീതിമാൻ്റെ സഹനമാണ്. അപ്പോൾ നീതിപൂർവം നമ്മൾ അനുഭവിക്കുന്ന സഹനത്തെ ഈശോയുടെ കുരിശോട് ചേർത്ത് വെച്ചിട്ട് പൗലോസ്ലീഹായെ പോലെ പറയണം. എന്ത്? കർത്താവിൻ്റെ സഹനത്തിൻ്റെ കുറവിനെ ഞാൻ എൻ്റെ കൊച്ചു സഹനം കൊണ്ട് ഞാനതിനെ നികത്താൻ ശ്രമിക്കുന്നു ഈശോയെ എന്ന് എളിമപ്പെട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മൾ കടന്നു പോകുന്ന നീതിപൂർവമായ സഹനത്തെ ഈശോയുടെ കുരിശോട് ചേർത്ത് വയ്ക്കണം. എന്തൊരു ഭാഗ്യമാണെന്നറിയാമോ? അങ്ങനെ ചിന്തിച്ചത് എന്തൊരു ഭാഗ്യമാണ്. കർത്താവിൻ്റെ സഹനത്തിൻ്റെ കുറവിനെ നികത്താൻ നിസാരനും ബലഹീനനുമായി ഞാൻ ഉപകരണമാക്കപ്പെടുന്നു എന്ന ചിന്തയിൽ പ്രാർത്ഥിക്കണം. ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആമേൻ. ഇന്നത്തെ പ്രവൃത്തി. നീതിപൂർവം നമ്മൾ അനുഭവിക്കുന്ന സഹനത്തെ കർത്താവിൻ്റെ കുരിശോട് ചേർത്ത് വെച്ച് എളിമപ്പെട്ട് പ്രാർത്ഥിക്കുക. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി
താഴ്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി നാഥ, നിൻ സാന്നിധ്യം മതി, നിൻ സാന്നിധ്യം മതി നാഥ, നിൻ സാന്നിധ്യം മതി, നിൻ സാന്നിധ്യം മതി നാഥ, നിൻ സാന്നിധ്യം മതി. ഈശോയെ, പരിശുദ്ധനായവനെ, ആരാധന. കർത്താവേ, കാരുണ്യ വഴിയുടെ 28-ാം നാൾ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കും നിന്റെ മക്കളെ കരുണയോടെ നോക്കി കടാക്ഷിക്കണമേ. ഈശോയെ, ഇന്ന് ഞങ്ങൾ ചിന്തിച്ചത് കുരിശേറിയ നിന്നെ നോക്കി നിന്റെ ശത്രുക്കൾ പറഞ്ഞ വാക്ക്, കുരിശിൽ നിന്ന് നീ ഇറങ്ങി വന്നാൽ ഞാൻ വിശ്വസിക്കാം, കുരിശിൽ നിന്ന് ഇറങ്ങി വന്നാൽ ഞാൻ വിശ്വസിക്കാം. അതൊരു പ്രലോഭനമായിരുന്നല്ലോ. എല്ലാവരും വിശ്വസിക്കണമെന്ന് നീ ആഗ്രഹിച്ചിട്ടുണ്ട്. കുരിശിൽ നിന്ന് ഇറങ്ങി വന്നാൽ ഈ പറഞ്ഞവൻ മാത്രമല്ല, നിന്നെ പീഡിപ്പിച്ച എല്ലാവരും വിശ്വസിക്കുമെന്ന് ഉറപ്പാണ്. ഒരു ഘനമുള്ള പ്രലോഭനമായിരുന്നല്ലോ ഈശോയത്. ആ പ്രലോഭനത്തെ നീ അതിജീവിച്ചു. കാരണം ഈശോ നിനക്ക് നല്ല ഉറപ്പും വ്യക്തതയും ഉണ്ടായിരുന്നു. കുരിശിലേക്ക് അടിച്ചിറക്കപ്പെട്ട ഇരുമ്പാണികളാൽ ചേർക്കപ്പെട്ട ഈ കൈത്തണ്ട പറിച്ചെടുത്തിട്ട് കുരിശിൽ നിന്ന് വീരോചിതമായി ഇറങ്ങി വന്നിട്ടായിരിക്കരുത് ആരെങ്കിലും എന്നിൽ വിശ്വസിക്കേണ്ടത്. മറിച്ച് എൻ്റെ പിതാവിൻ്റെ ഹിതം, എൻ്റെ അപ്പ എനിക്ക് വേണ്ടി വെച്ചു നീട്ടിയ പാനപാത്രം തട്ടിത്തെറിപ്പിച്ച് കളയാതെ മട്ടോളം കുടിച്ചു തീർക്കുന്നത് കണ്ടിട്ട് വേണം എന്നിൽ ലോകം വിശ്വസിക്കാനെന്ന് നീ തീരുമാനിച്ചിരുന്നു. കർത്താവേ, നിന്റെ തീരുമാനം പോലെ, നിന്റെ ആഗ്രഹം പോലെ നടന്നല്ലോ. അതല്ലേ നിന്റെ കുരിശു മരണത്തിന് നേതൃത്വം കൊടുത്ത ശതാധിപൻ നിന്റെ മരണം കണ്ടിട്ട് വിളിച്ചു പറഞ്ഞത് അവൻ സത്യമായും ദൈവപുത്രനായിരുന്നുവെന്ന്. കാൽവരിയുടെ മുകളിൽ നിന്നുകൊണ്ട്, നിന്റെ ചോര വീണ മണ്ണിൽ നിന്നുകൊണ്ട് നിനക്കെതിരെ ഒരു ചോദ്യം ഉയർന്നു. ഇറങ്ങി വന്നാൽ വിശ്വസിക്കാം. അതേ മണ്ണിൽ നിന്നുകൊണ്ട് അതേ ചോര കണ്ടവൻ വിളിച്ചു പറഞ്ഞു അവൻ സത്യമായും ദൈവപുത്രനായിരുന്നു. കർത്താവേ, ഇത് ഞങ്ങളുടെ കാലത്തിൻ്റെയും അപകടമാണ്. എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങൾ സംഭവിച്ചാൽ മാത്രം വിശ്വസിക്കാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ അതിശയകരമായി സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഞങ്ങൾ വിശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. കർത്താവേ, നീ വെറുത്തത് അതായിരുന്നുവെന്ന് ഞങ്ങൾ കേൾക്കുകയായിരുന്നു. അതുകൊണ്ടല്ലേ ആള് കൂടിയപ്പോ, പ്രസംഗം കേൾക്കാൻ ആള് കൂടിയപ്പോ നീ അവരോട് കലഹിച്ചത് നിങ്ങൾ വന്നത് വചനം കേൾക്കാനൊന്നുമല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായത് കൊണ്ടാണെന്ന്. പ്രോസ്പെരിറ്റി, മെച്ചമുണ്ടായത് കൊണ്ട് വന്നതല്ലേ എന്ന്. അതുകൊണ്ടല്ലേ കർത്താവേ, നീ സൗഖ്യം കൊടുത്തവരോടൊക്കെ, നീ സുഖപ്പെടുത്തിയവരോടൊക്കെ നീ പറഞ്ഞു വിട്ടത് ആരോടും ഇപ്പൊ പോയി പറയണ്ട കേട്ടോ. എന്തുകൊണ്ടാ ഈശോ നീ അങ്ങനെ പറഞ്ഞു വിട്ടത്? നീ ഇത് പറഞ്ഞിട്ട്, ഇത് കേട്ടിട്ട്, ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ആരും വരണ്ട ഇങ്ങോട്ട്. അതുകൊണ്ട് തന്നെയല്ലേ നീ മറച്ചു പിടിച്ചത് മെസ്സിയാനിക് സീക്രട്ട്, മെഷിയാനിക രഹസ്യം. നിനക്ക് നല്ല വ്യക്തതയുണ്ടായിരുന്നു, തീരുമാനമുണ്ടായിരുന്നു. എന്നെ ഏറ്റുപറയേണ്ടത് കുരിശ് കണ്ടിട്ടാണ്. കുരിശ് കണ്ടിട്ട് വേണം എന്നിലേക്ക് എല്ലാവരും ആകർഷിക്കപ്പെടാൻ. അതുപോലെ തന്നെ സംഭവിച്ചല്ലോ. നീ കുരിശിൽ ഉയർത്തപ്പെട്ടപ്പോൾ സകലരെയും നിന്നിലേക്ക് നീ ആകർഷിച്ചല്ലോ കർത്താവേ.
ഒരാൾ തോറ്റ് കിടക്കുന്ന സ്ഥലമല്ല ഈശോ കുരിശ്. എന്നിട്ടും നിന്റെ വിജയത്തിൻ്റെ അടയാളമാക്കി നീ കുരിശിനെ മാറ്റിയല്ലോ. ഇന്നും ലോകത്തൊരുപാട് പേര് അവരുടെ സങ്കടങ്ങളെ ഇറക്കി വയ്ക്കുന്നത് നിന്റെ ക്രൂശിത രൂപത്തിലേക്ക് നോക്കിയിട്ടല്ലേ. കർത്താവേ, നിനക്ക് ആരാധന. ഈശോയെ, ഞങ്ങളുടെ ജീവിതങ്ങളിലും ഈ പ്രലോഭനമുണ്ടായിപ്പോയിട്ടുണ്ടേ. ഞങ്ങൾക്കും അത്ഭുതങ്ങൾ സംഭവിച്ചാലേ വിശ്വസിക്കാൻ പറ്റൂ എന്ന് അവസ്ഥയിലെത്തിപ്പോയിട്ടുണ്ടേ. ഞങ്ങളും അയാളെപ്പോലെ നിന്നെ വെല്ലുവിളിച്ചിട്ടുണ്ട് ഈശോയെ. എന്നെ സുഖപ്പെടുത്തിയാൽ വിശ്വസിക്കാം, പരീക്ഷയ്ക്ക് ജയിപ്പിച്ച ഞാൻ പള്ളി വരാം, ഈ വീട് പണിയൊന്ന് പൂർത്തിയാക്കാൻ സഹായിച്ചാൽ ഞാൻ പുണ്യപ്രവർത്തികൾ ചെയ്യാം, ചാരിറ്റി ചെയ്യാം, നേർച്ച നിറവേറ്റാം. കർത്താവേ, അതിനപ്പുറത്ത് നിന്റെ സാന്നിധ്യത്തിൽ സന്തോഷിക്കുക. ഈശോയെ, മറ്റൊന്നിനു വേണ്ടി അല്ലാതെ നിനക്ക് വേണ്ടി നിന്നെ സ്നേഹിക്കാൻ, നിന്റെ തിരുമുഖം കണ്ട് നിന്നെ സ്നേഹിക്കാൻ അത്തരമൊരു ഉപരിയായ വിശ്വാസം ഞങ്ങളുടെ ചുറ്റുമുണ്ട് കർത്താവേ. അത്തരം മനുഷ്യർ, അവർ ഞങ്ങളെ പ്രചോദിപ്പിക്കട്ടെ. ഒത്തിരി പ്രാർത്ഥിക്കുന്നവർ സഹനത്തിനൊട്ടും പഞ്ഞമില്ല, സഹനത്തിനൊട്ടും കുറവില്ല. എല്ലാ തകർച്ചയും ഒന്നിനു പിറകെ ഒന്നായി തേടിയെത്തുമ്പോഴും പാറമേൽ പണിത വീട് പോലെ അനക്കമില്ലാതെ നിന്നുകൊണ്ട് നിന്നെ ആരാധിക്കുന്നവർ ഞങ്ങളുടെ ചുറ്റുമുണ്ട് ഈശോയെ. അവരുടെ വിശ്വാസം ഞങ്ങളെ പ്രചോദിപ്പിക്കട്ടെ. അത്ഭുതങ്ങളും രോഗശാന്തിയും കിട്ടിയവരുടെ വിശ്വാസമല്ല, അത്ഭുതങ്ങളും രോഗശാന്തിയും കിട്ടാതിരുന്നപ്പോഴും നിന്റെ തണലിൽ നിന്ന്, നിന്റെ ചാരത്ത് നിന്ന് അണുവിട ചലിക്കാതെ വീണ്ടും നിന്നെ നോക്കി എൻ്റെ ഈശോയെ എന്ന് വിളിക്കാൻ മാത്രം വിശ്വാസത്തിൻ്റെ ആഴമുള്ളവരുടെ വിശ്വാസം ഞങ്ങളെ പ്രചോദിപ്പിക്കട്ടെ ഈശോയെ. കർത്താവേ, നിന്റെ കുരിശിലേക്ക് നോക്കി നിന്നെ വിശ്വസിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. ദൈവജനമേ, കർത്താവിൻ്റെ കരുണയ്ക്കായി നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. ആദ്യ സഭ വാളിൻ മുൻപിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോ, യേശുവിനായി ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കുമേ. ആദ്യ സഭ വാളിൻ മുൻപിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോൾ, യേശുവിനായി ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കുമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും
പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനത്താ ഞങ്ങളുടെ മേലും ലോകം മുഴുവനിലും കരുണയാകണമേ. 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 ഈശോയുടെ അതിദാരുണമാ പീഡാസഹനത്താ ഞങ്ങളുടെ മേലും ലോകം മുഴുവനിലും
അതിദാരുണമാ പീഡാസനത്താ ഞങ്ങളുടെ മേലും ലോകം മുഴുവനിലും കരുണയാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസനത്താ ഞങ്ങളുടെ മേലും ലോകം മുഴുവനിലും കരുണയാകണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ
അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങയ്ക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ.
ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ ദൈവജനമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഞെരുക്കങ്ങളുടെ നടുക്ക് നിൽക്കുമ്പോഴും വിശ്വാസത്തിന് ഇളക്കം തട്ടാതിരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒന്നോ രണ്ടോ അടി കിട്ടുമ്പോൾ, തോൽവി ഉണ്ടാകുമ്പോൾ കർത്താവിനെ തള്ളി പറഞ്ഞ കർത്താവ് തോറ്റുപോകില്ലേ? സ്വർഗം തോറ്റുപോകില്ലേ? കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങൾ ഒട്ടനവധി സ്വീകരിച്ച നമുക്ക് എന്താ രണ്ട് ഞെരുക്കങ്ങളിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ പറ്റാതെ പോകുന്നത്? വിശ്വാസം കൈവിട്ടു പോകുന്നത് എന്തേ? വിശ്വാസം കൈവിട്ടു പോകാതിരിക്കട്ടെ. കർത്താവിൻ്റെ വലിയ പദ്ധതികളിൽ വിശ്വസിച്ച് കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ. എൻ്റെ കണ്ണീരൊക്കെ വീഴേണ്ടത് നിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ, വേറൊരാൾ കാണരുത്. എൻ്റെ കണ്ണീരൊക്കെ വീഴേണ്ടത് എൻ്റെ കർത്താവേ നിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ, നിൻ്റെ ചോര വീണ മണ്ണിൽ എൻ്റെ കണ്ണീര് വീഴണം. ആ വിചാരത്തോടെ കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ നമുക്കൊരുങ്ങാം. ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൻ കണ്ണീർ കുടിച്ചെന്നാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ, ജീവൻ വെച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരെയും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ, ജീവൻ വെച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരെയും. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി.
ശിഷ്യ